സുധി എസ് ഐയോട് പറയും അവളൊരു പാവാണ്. എസ് ഐ പറയും എല്ലാവരും പാകളാമനെ, നീയും പാവാ. അവളെങ്ങനെ അവളുടെ അച്ഛൻ്റെ കൂടെ പോകാമെന്ന് പറഞ്ഞു ഈ കേസിൽ നിന്ന് പ്രേമം എന്നൊരു വാക്ക് ഞാനങ്ങ് വെട്ടിമാറ്റും. പകരം തട്ടിക്കൊണ്ടുപോകലാവും, മനുഷ്യക്കടത്ത്. ഇത് കേൾക്കുമ്പോൾ സുധിക്ക് പേടിയാവും. ഞാൻ അങ്ങനെയൊന്നും ചെയ്തിട്ടില്ല എന്ന് നിധി തന്നെ പറഞ്ഞില്ലേ. പോലീസുകാരൻ പറയും അച്ഛനും മോളും സംസാരിച്ചാൽ അതൊക്കെ അങ്ങനെ റെഡിയാവും. അച്ഛൻ മോളോട് അപേക്ഷിക്കും, മോളെ നീ വീട്ടിലേക്ക് വാന്ന്. നിധി അച്ഛനോട് പറയും അച്ഛൻ എനിക്ക് വാക്കുതാ, ഈ കല്യാണം നടത്തില്ലാന്ന്, പിന്നെ സുധീഷിനൊന്നും ചെയ്യില്ലാന്ന്. പക്ഷേ അച്ഛൻ ഇത് രണ്ടും സമ്മതിക്കില്ല. നിനക്ക് ഇപ്പോഴും അവനോടുള്ള പ്രേമം തീർന്നിട്ടില്ലല്ലേ. നിധി പറയും അച്ഛാ, സുധീഷിനെ എനിക്കറിയില്ല, ഞാനാണ് അവനോട് വീട്ടിൽ നിന്ന് പോകണമെന്ന് പറഞ്ഞത്. അച്ഛൻ്റെ ഭാഷ അങ്ങനെ മാറിക്കൊണ്ടിരിക്കും. അച്ഛൻ പറയും മര്യാദയ്ക്ക് വീട്ടിലേക്ക് വന്നോ എന്നൊക്കെ പറയാൻ തുടങ്ങും. പുറത്ത് സൂര്യയാണെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അമ്മയുടെ കോള് വരുമ്പോൾ അവൻ പറയും ദേ മമ്മി. അരുൺ സൂര്യയോട് പറയും എല്ലാം ശരിയാവും സൂര്യ. സൂര്യ അമ്മയുടെ ഫോൺ എടുക്കില്ല. സൂര്യ സ്റ്റേഷൻ്റെ ഉള്ളിലേക്ക് പോകുമ്പോൾ അവിടെ കൂളായിട്ടിരിക്കുകയാണ് സുധി. ഇത് കാണുമ്പോൾ തന്നെ സൂര്യയ്ക്ക് ദേഷ്യം വരും. നിൻ്റെ മുന്നിൽ ഞാൻ തോറ്റുമെന്ന് വിചാരിക്കുന്നുണ്ടോ? എൻ്റെ നിശ്ചയം നീ മുടക്കി, പക്ഷേ നാളെ കല്യാണം ഞാൻ നടത്തും. കല്യാണം ഒന്ന് കഴിഞ്ഞോട്ടെ, ഇതിനുള്ളതൊക്കെ ഞാൻ അവൾക്ക് ഒരുമിച്ച് കൊടുക്കുന്നുണ്ട്. ഇത് കേൾക്കുമ്പോൾ സുധിക്ക് ദേഷ്യം വരും. എടാ, നിന്നെപ്പോലെ ഒരുത്തൻ്റെ അടുത്ത് പെടാതിരിക്കാനാ ഞാൻ ഇത്ര റിസ്ക് എടുത്ത് അവളെ കൂട്ടിക്കൊണ്ടു വന്നത്. ഇനിയും അവളെ എങ്ങനെ രക്ഷിക്കേണ്ടതെന്ന് എനിക്ക് നന്നായിട്ടറിയാം. എനിക്ക് നിധിയെ കിട്ടിയില്ലെങ്കിലും പ്രശ്നമില്ല, പക്ഷേ നിധി ഒരിക്കലും നിനക്ക് ഞാൻ വിട്ടുതരില്ല. ഇതൊക്കെ കേട്ടിട്ട് സൂര്യ സുധിയുടെ കോളറിൽ കുത്തിപ്പിടിക്കുകയാണ്. പെട്ടെന്ന് സുധി ഉറക്കെ വിളിച്ചു പറയും അയ്യോ സാറേ, എന്നെ തല്ലി കൊല്ലാൻ പോകുന്നതെന്ന്. അപ്പോൾ പോലീസ് വന്നിട്ട് രണ്ടാളെ പിടിച്ച് മാറ്റാണ്. എല്ലാവരെയും വിളിച്ചു വെച്ചിട്ട് നിധിയോട് ചോദിക്കും കുട്ടി എന്ത് പറയുന്നു. നിധി പറയും ഞാൻ പോകാം സാർ, പക്ഷേ ഈ കല്യാണം നടത്തില്ലെന്ന് എനിക്ക് ഉറപ്പ് തരണം. ഇത് കേട്ടിട്ട് സൂര്യ പറയും അതെങ്ങനെ ശരിയാവും. അച്ഛൻ സൂര്യ തടഞ്ഞുകൊണ്ട് പറയും സൂര്യ, അച്ഛൻ പക്ഷേ നടത്താൻ പറ്റില്ലെന്നൊന്നും പറയില്ല. നിധി അപ്പോഴും ആവർത്തിക്കും ഇയാളെ കൊണ്ട് കല്യാണം കഴിപ്പിക്കില്ലെന്ന് ഉറപ്പ് വേണം, എന്നാലേ ഞാൻ പോകും. ഇത് കേൾക്കുമ്പോൾ സൂര്യക്ക് ദേഷ്യം വരും. സൂര്യ പറയും എന്നേക്കാൾ എന്ത് യോഗ്യത ഇവനുള്ളത്. സൂര്യയും സിദ്ധിയും തമ്മിൽ ഒരു അടിയുടെ വക്കിലെത്തും. പോലീസ് അവരെ രണ്ടുപേരെയും മാറ്റി നിർത്തും. നിധിയുടെ കാര്യങ്ങളൊക്കെ പോലീസുകാരോട് പറയാണ്. പഠിക്കാനുള്ള സ്വപ്നങ്ങളെക്കുറിച്ചും ജോലിക്ക് പോകാനുള്ള ആഗ്രഹങ്ങളെക്കുറിച്ചും ഒക്കെ. ഒരിക്കലും സൂര്യ പോലെ ഒരാളെ കല്യാണം കഴിക്കാൻ നിധിക്ക് പറ്റില്ലെന്ന്. ഇതൊക്കെ കേൾക്കുമ്പോൾ സൂര്യക്ക് ദേഷ്യം വരും. സൂര്യ നിധിയുടെ നേരെ വരുമ്പോൾ സുധിയും വന്നിട്ട് സൂര്യയെ പിടിച്ചു വെക്കും. അവർ തമ്മിൽ പിന്നെ ഒരു അടിയുടെ വക്കിലെത്തുമ്പോൾ അച്ഛൻ കയറി ഇടപെട്ട് സുധിയെ തല്ലാണ്. നിധി പറയും എന്നെ അടിക്കാൻ വന്നത് സൂര്യ, വെറുതെ എന്തിനാ സുധിയെ അടിക്കുന്നത്. അച്ഛൻ നിധിയോട് ഇമോഷണലായിട്ട് ഓരോ കാര്യങ്ങൾ ഇങ്ങനെ പറയാണ്. നിന്നോട് ജോലിക്ക് പോകണ്ടെന്ന് പറഞ്ഞ് നിനക്കൊരു റാണിയെ പോലെ ജീവിക്കാൻ വേണ്ടിയിട്ടാ. അച്ഛൻ പറയും നിധി വാന്ന് പറയും. നിധി പറയും ഞാൻ വരില്ല, അവളെ വണ്ടിയിലിട്ട് പോവാ അങ്കിളെന്ന് പറയും. പോലീസുകാർ പറയും അവൻ പറഞ്ഞ പോലെ ഇവന് സൈക്കോ ആണല്ലേ. അച്ഛൻ അരുണിനോട് പറയും അരുണേ വണ്ടി എടുക്ക് നമുക്ക് പോവാന്ന് പറയും. അച്ഛൻ നിധിയുടെ കൈ പിടിച്ച് പുറത്തോട്ട് ഇറക്കാൻ നോക്കുകയാണ്. ആ സമയത്ത് സുധി കയറി ഇടപെടും. ഇത് കണ്ട് ദേഷ്യം വന്ന് അരുണ് സുധിയെ അടിക്കുകയാണ്. എസ് ഐ പറയും നിർത്തടാ, പോലീസ് സ്റ്റേഷനിൽ കയറി വന്ന് എന്ത് കാണിക്കാമെന്ന് വിചാരിക്കരുത്. അതൊക്കെ നിൻ്റെ വീട്ടിൽ മതി. പ്രായപൂർത്തിയായ പെൺകുട്ടിയാ, നിങ്ങളുടെ ഇഷ്ടത്തിന് അങ്ങനെ പിടിച്ചു കൊണ്ടുപോകാനൊന്നും പറ്റില്ല. നിങ്ങളെ പേടിച്ചേ ആ പെൺകുട്ടി ഓടി വന്നത് ഈ സ്റ്റേഷനിലേക്കാണ്. അവളുടെ പരാതി കേൾക്കാതെ വിട്ടയച്ചിട്ട് നാളെ അവൾക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ ഈ കുട്ടിയെ കൊണ്ട് കയറി വന്നില്ലേ ദാ ഇവനൊരു പരാതി മുകളിലേക്ക് അയച്ചാൽ എനിക്കാണ് പ്രശ്നം. അച്ഛൻ ചോദിക്കും അങ്ങനെ ഒരു പരാതി വന്നാലല്ലേ പ്രശ്നമുള്ളൂ, വന്നില്ലെങ്കിലോ എന്ന് പറഞ്ഞിട്ട് ഫോൺ എടുത്ത് കോൾ ചെയ്യാണ്. പക്ഷേ കോളാരും കിട്ടില്ല. 1 മണിക്കൂറിനുള്ളിൽ ഞാൻ തിരിച്ചു വരും. വരുമ്പോൾ എൻ്റെ കൂടെ IG ഉണ്ടാവും. അതും പറഞ്ഞ് അവരവിടെ നിന്ന് ഇറങ്ങാണ്. നിധി സുധിയോട് പറയും എനിക്ക് പേടിയാവുന്നു, ആ ഫോൺ എടുക്കാതിരുന്നാൽ മതിയായിരുന്നു, എങ്കിൽ ഇത്ര പ്രശ്നം ഉണ്ടാവില്ലായിരുന്നു. സുധി ഓരോന്ന് പറഞ്ഞ് നിധിയെ സമാധാനിപ്പിക്കും. നിധി സുധിയോട് വയ്ക്കും എനിക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ. സുധി നിധിയുടെ കയ്യിൽ പിടിച്ചിട്ട് പറയും പേടിക്കേണ്ട, ഞാനുണ്ട് കൂടെ. ഇതിങ്ങനെ പോലീസുകാർ കണ്ടുവയ്ക്കുന്നുണ്ട്. ഒരു പോലീസുകാരൻ സുധിയെ സംസാരിക്കാൻ പുറത്തേക്ക് കൂട്ടിക്കൊണ്ടുപോവാണ്. SI നിധിയെ അങ്ങോട്ട് വിളിപ്പിക്കും. എന്നിട്ട് ഇതുമായിട്ട് ബന്ധപ്പെട്ട് നിധിയെ പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിക്കും. പക്ഷേ നിധി പറയും എന്നെ സുധി കൂട്ടിക്കൊണ്ടുപോകുന്നതല്ല, ഞാൻ സുധിയുടെ കൂടെ ഇങ്ങോട്ട് പോകുന്നതാ. ഒന്ന് സുധി പഴയ കാര്യങ്ങൾ എന്നെ ഒന്നുകൂടി പറയാണ്. പോലീസുകാരെ പറയും IG വന്നാ ആ പെണ്ണെങ്ങനും അവരുടെ കൂടെ പോയാൽ നീ അകത്താവും. കയറി പെരുമാറാൻ പറഞ്ഞാൽ ഞങ്ങൾക്ക് നിന്നെ തല്ലേണ്ടി വരും. ഇനി ആ പെൺകുട്ടി പോകാൻ കൂട്ടാക്കിയില്ലെങ്കിൽ എത്ര സമയം ഈ സ്റ്റേഷനിൽ നിൽക്കാൻ പറ്റും. സുധിക്കും സാറേ ഇതിന് രക്ഷപ്പെടാൻ എന്താ വഴിയുള്ളത്. പോലീസുകാരൻ പറയും ഒരു വഴിയുണ്ട്, ഇവിടെ വെച്ച് നിങ്ങളുടെ കല്യാണം നടത്താം. അപ്പുറത്ത് രജിസ്റ്റർ ഓഫീസ് ഉണ്ടാ, രജിസ്ട്രാറെ ഇങ്ങോട്ട് വരുത്താം. എന്നിട്ട് അവളുടെ അച്ഛനോട് നിന്നെ ഒന്നും ചെയ്യില്ലെന്ന് എഴുതി വാങ്ങുകയും ചെയ്യാം. സുധിക്ക് കല്യാണോ? പോലീസ് പറയും അതിനല്ലടാ നീ പെടാപടാക്കെ പെട്ടത്. സുധിയോട് പറയും അവളോട് പോയിട്ട് പറ, പിന്നെ പൂമാലയും സ്വർണ്ണമൊക്കെ വാങ്ങാനുള്ള കാശ് എൻ്റെ ഫോണിലേക്ക് അയക്കിയെന്ന് പറയും. സുധി പറയും അത്രയും കാശൊന്നും എൻ്റെ കയ്യിലില്ല അറിയും. പോലീസുകാരെ അറിയും എന്നാൽ റോൾഡ് ഗോൾഡ് ഇടാം. പിന്നെ പോലീസ് സ്റ്റേഷനിലുള്ള എല്ലാവർക്കും സദ്യ വേണം. പോലീസുകാരൻ ഗൂഗിൾ പേയുടെ നമ്പറും കൊടുക്കും സുധിക്ക്. സുധി 1000 അയക്കുമ്പോൾ പോലീസുകാരൻ 1000 ഉലുവേ ഒരു 5000 അയക്കടാന്ന് പറയും. സുധി ബാക്കിയോടെ അയച്ചു കൊടുക്കുകയാണ്. നിധിയോട് പോലീസുകാർ കല്യാണത്തിൻ്റെ കാര്യം പറയുമ്പോൾ കല്യാണോ ഇയാളെ ഒന്ന് വയ്ക്കും. SI പറയും ഗോപിയേട്ടാ ഈ വള്ളിക്കെട്ട് കേസൊന്ന് അവസാനിപ്പിക്കുക. കുട്ടി ഒന്നെങ്കിൽ ഇവനെ കല്യാണം കഴിക്കും, അല്ലെങ്കിൽ വീട്ടുകാരെ കൂടെ തിരിച്ചു പോകണം. കുട്ടി കല്യാണത്തിന് റെഡിയാണെങ്കിൽ ഇപ്പം തന്നെ കല്യാണം നടത്താം. രണ്ടിലൊന്ന് പെട്ടെന്ന് തീരുമാനിക്കണം. സുധി നിധിയോട് സംസാരിക്കുകയാണ്. IG ആയിട്ട് അച്ഛൻ തിരിച്ചു വന്നാൽ എനിക്ക് ലോക്കപ്പ് ഉറപ്പാണെന്നാണ് പോലീസുകാർ പറയുന്നത്. പിന്നെ അവർ വരുന്നതിന് മുന്നേ ഞാൻ ഇയാളെയും കൊണ്ട് ഇറങ്ങി പോയാലോ എന്ന് ചോദിച്ചതാ. നമ്മൾ പുറത്തോട്ട് പോയി കഴിഞ്ഞാൽ പുറത്ത് നിൽക്കുന്ന കൊട്ടേഷൻ ടീം എനിക്ക് പണി തരുമെന്ന്. എന്നെ വെട്ടിക്കൊന്നിട്ട് ഇയാളെയും കൊണ്ട് അച്ഛൻ പോവും. രണ്ടായാലും എൻ്റെ കാര്യം പോക്കാം.
എന്ന് കരുതി ഞാൻ ഈ കുട്ടിയെ നിർബന്ധിക്കൊന്നുമില്ല കേട്ടോ. എൻ്റെ ജീവിതം പോയി. നിധി വയ്ക്കും വെറുതെ എന്തിനാ എനിക്ക് വേണ്ടി തൻ്റെ ജീവിതം കളയുന്നത്. ശ്രുതി പറയും ഞാൻ കളയുന്നതല്ലല്ലോ, അവരെടുത്തുകൊണ്ട് പോകുന്നതല്ലേ. നിധി പറയും കല്യാണം വേണ്ട, ഞാൻ അച്ഛനോട് പറയാം ഇയാളൊന്നും ചെയ്യരുതെന്ന്. ശ്രുതി പറയും ഇയാൾ പറഞ്ഞാൽ കേൾക്കുന്ന ഒരു അച്ഛൻ ഇവിടെ ഇട്ട് എത്ര തവണ എന്നെ തല്ലി, ഞാനത് മുഴുവനും കൊണ്ടു, അത്രേ ഉള്ളൂ. നിധിക്ക് അപ്പോഴും സമ്മതമല്ല. ശ്രുതി പറയും ഇതൊരു കല്യാണമായിട്ട് കാണണ്ട, ഒരു ഡ്രാമയായിട്ട് കണ്ടാൽ മതി. പോലീസ് വന്ന് ചോദിക്കുമ്പോൾ നിധി പറയും ശ്രുതി പറഞ്ഞ പോലെ ആണെങ്കിൽ സമ്മതമാണെന്ന് പറയും. അവിടുത്തെ ഒരു വനിതാ പോലീസ് നിധിയോട് പറയും മോള് സമാധാനമായിട്ടിരിക്കുക, ഇഷ്ടപ്പെട്ട ആളെ കല്യാണം കഴിക്കാമെന്ന് പറഞ്ഞാൽ ഒരു ഭാഗ്യമാണ്, എനിക്കതുണ്ടായില്ല. അതുകൊണ്ട് സ്നേഹിക്കുന്നവരെ കാണുമ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമാണ്. ശ്രുതിയും പോലീസുകാരനോടി പോയിട്ട് നിധിയുടെ ഡ്രസ്സ് ജീപ്പിൽ നിന്ന് എടുത്തുകൊണ്ട് വരികയാണ്. പോലീസുകാർ മാലയൊക്കെ ആയിട്ട് സ്റ്റേഷനിലേക്ക് വരുമ്പോൾ ഗുണ്ടകൾ നിധിയുടെ അച്ഛനെ വിളിക്കുകയാണ്. അച്ഛൻ അരുണിന് ഫോൺ കൊടുക്കുമ്പോൾ അരുണിനോട് ഗുണ്ടകൾ പറയും ഇവിടെ വെച്ച് കല്യാണം നടത്താൻ പോവാ അവർ. ഇത് കേട്ടിട്ട് അച്ഛനാകെ ടെൻഷനാവും. അച്ഛനാ ഫോണും കൊണ്ട് ഓടുകയാണ്. നിധിയെ ഒരുക്കി കഴിഞ്ഞിട്ട് പോലീസുകാരി അറിയും ഇപ്പോൾ ഒരു കല്യാണപ്പെട്ടായി. പണ്ട് ഞാനൊരാളെ സ്നേഹിച്ചതാ, പോലീസുകാരിയാണെന്ന് പറഞ്ഞിട്ട് എന്ത് കാര്യം, അച്ഛൻ പറഞ്ഞ ആളെ തന്നെ കല്യാണം കഴിക്കേണ്ടി വന്നു. നിധിയുടെ അച്ഛനൊക്കെ തിരിച്ച് പോലീസ് സ്റ്റേഷനിലേക്ക് തന്നെ എത്തുകയാണ്. അവിടെ വന്ന് സൂര്യ പതിവ് പോലെ തന്നെ ചൂടാവാൻ തുടങ്ങുകയാണ്. പോലീസുകാരൻ പറയും ഇയാളെ പിടിച്ച് മാറ്റിയെടുത്ത് പറയും. ഒരു പോലീസുകാരൻ വന്ന് സൂര്യയെ പിടിച്ചിട്ട് അങ്ങോട്ട് മാറ്റും. ആ സമയത്ത് രജിസ്ട്രാറും അങ്ങോട്ട് വരും. നിധി കരയുന്നത് കാണുമ്പോൾ ശ്രുതിക്ക് പേടിയാവും. ഈശ്വര ഇവളുടെ മനസ്സ് മാറുമോ. ശ്രുതി നിധിയുടെ കയ്യിലിങ്ങനെ മുറുകെ പിടിക്കും. അപ്പോൾ നിധിക്ക് സമാധാനമാവും. അച്ഛൻ ഭയങ്കര ഇമോഷണലായിട്ട് നിധിയോട് ചോദിക്കും ഇതെൻ്റെ അവസാനത്തെ ചോദ്യമാണ്, എൻ്റെ കൂടെ വരുന്നോ. അത് ചോദിക്കുമ്പോൾ നിധിയുടെ മനസ്സിൽ വരുന്നത് അവരൊക്കെ കൂടി ശ്രുതിയെ ഉപദ്രവിക്കാൻ പോകുന്നതാ. നിധി പറയും ഇല്ല അച്ഛാ ഞാൻ വരില്ല. അച്ഛൻ അങ്ങോട്ട് വന്നിട്ട് ശ്രുതിയുടെ മുഖത്തിട്ട് ഒരടി അടിക്കുകയാണ്. പോലീസുകാരൻ ശ്രുതിയുടെ കയ്യിൽ മാല കൊടുക്കുമ്പോഴും നിധി കരയാണ്. ശ്രുതി ഇങ്ങനെ മനസ്സ് പറയും അച്ഛൻ്റെ കണ്ണീരിലേ ഇവളെങ്ങാനും വീണാൽ തീർന്നു, അതിനു മുന്നേ മാല ഇടാന്ന് പറഞ്ഞിട്ട് ശ്രുതി നിധിയുടെ കഴുത്തിൽ മാല ഇടുകയാണ്. ഒരു മാല നിധിക്കും കൊടുക്കും. നിധി അത് കുറേ സമയം വാങ്ങുന്നില്ല. ശ്രുതി നിധിയോട് പറയും നോക്കിക്കൊണ്ട് നിൽക്കാതെ അത് വാങ്ങ്. നിധി കരഞ്ഞുകൊണ്ട് അത് വാങ്ങിയിട്ട് ശ്രുതിയുടെ കഴുത്തിലിടുകയാണ്. ഇതൊക്കെ കണ്ടിട്ട് തലയെ കൈവച്ചിട്ട് അവിടെ ഇരുന്നു പോവാണ് സൂര്യ. പോലീസുകാരൻ ഒരു താലി കൊടുത്തിട്ട് ശ്രുതിയോട് പറയും കെട്ടടാ. ശ്രുതിക്കും ആകെ ടെൻഷനുണ്ട്. ശ്രുതി കണ്ണും പൊട്ടി ആ താലി എടുത്തിട്ട് നിധിയുടെ കഴുത്തിൽ കെട്ടുകയാണ്. അവിടെയുള്ള പോലീസുകാരി സിന്ദൂരെടുത്ത് ശ്രുതിയുടെ കൈ കൊടുത്തിട്ട് പറയും ഇനി ഇതായിട്ട് കുറയ്ക്കണ്ട. ശ്രുതി അത് വാങ്ങിച്ചിട്ട് നിധിയുടെ നെറുകിൽ സിന്ദൂരം തൊട്ട് കൊടുക്കുകയാണ്. SI നിധിയുടെ അച്ഛനോട് പറയും പെൺകുട്ടി പറഞ്ഞാൽ ഞങ്ങൾക്കത് ചെയ്യാതിരിക്കാൻ പറ്റില്ല, ഇനി മകളെ അനുഗ്രഹിച്ച് പോകാൻ നോക്ക്. അച്ഛൻ നിധിയുടെ അടുത്ത് വന്ന് പറയും നിനക്കൊരു അച്ഛനുണ്ടായിരുന്നു ഈ നിമിഷം വരെ, ഇപ്പോൾ ആ അച്ഛൻ മരിച്ചു, ഇനി എനിക്ക് ഇങ്ങനെ ഒരു മകളില്ല, എനിക്കിനി ഒരു മകൻ മാത്രമേ ഉള്ളൂ. അച്ഛൻ നിധിയെ ഇങ്ങനെ ശപിക്കുകയാണ് ഓരോ കാര്യം പറഞ്ഞിട്ട്. സൂര്യ അരുണിനോട് ചോദിക്കുകയാണ് ഇനി ഞാൻ വിളിച്ചു വരുത്തിയ ആൾക്കാരോടൊക്കെ എന്ത് പറയും. ഇത് കേട്ടിട്ട് പോലീസുകാരൻ പറയും ഇനി നീ ഇവിടെ കിടന്ന് ഒച്ച വെച്ചാൽ ഉറപ്പായിട്ട് നിന്നെ ഞാൻ തല്ലും. ഒരു പോലീസുകാരൻ വന്ന് സൂര്യ അവിടെ നിന്ന് പിടിച്ച് പുറത്താക്കുകയാണ്. അരുൺ അവിടെ വന്ന് പറയും അച്ഛൻ അവസാനിപ്പിച്ചിട്ടുണ്ടാവും, പക്ഷെ ഞാനിത് വിടാൻ തീരുമാനിച്ചിട്ടില്ല. ശ്രുതിയോട് പറയും നീ ഇതിനനുഭവിക്കും. SI പറയും ഡോ ഭീഷണിയൊന്നും വേണ്ട, ഇറങ്ങി പോകാൻ നോക്ക്. പിന്നെ പോകുമ്പോഴേ ആ പുറത്ത് നിൽക്കുന്ന കിങ്കരന്മാരെ കൂടി കൊണ്ടുപോയിക്കോ. ഏട്ടനും കൂടി പോയി കഴിയുമ്പോൾ നിധി അവിടെ കിടന്ന് കരയാണ്. രജിസ്ട്രാർ ആ വിവാഹം രജിസ്റ്റർ ചെയ്യാണ് അവിടെ. ശ്രുതി സൈൻ ചെയ്യും. നിധിയെ കൊണ്ട് സൈൻ ചെയ്യിക്കാൻ വേണ്ടിയിട്ട് ശ്രുതി ആ ബുക്കും കൊണ്ട് നിധിയുടെ അടുത്ത് പോവാണ്. നിധി ദേഷ്യത്തോടെ ആ ബുക്ക് തട്ടിത്തെറിപ്പിക്കുകയാണ്. എന്നിട്ട് പറയും എന്നെ ചതിക്കായിരുന്നല്ലേ, പോടാ കടന്നു പോ.